ഹലോ ഗായ്സ്, അസ്സലാമു അലൈക്കും. എന്തൊക്കെയുണ്ട് വിശേഷം? അപ്പോൾ ഇന്ന് ഒരു ചെറിയൊരു മിനി വ്ളോഗാണ് കേട്ടോ. ഷോപ്പിംഗ് വ്ളോഗും എന്നൊക്കെ പറയാം കേട്ടോ. അപ്പോൾ താത്താടെ വീട്ടിൽ പോയപ്പോൾ അവിടെ 30 രൂപയുടെ കട വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ നല്ല സാധനങ്ങളൊക്കെ കുറേ ഉണ്ടെന്ന് പറഞ്ഞു. എന്നാൽ പിന്നെ പോയി നോക്കാമെന്ന് എഴുതി വന്നതാണ് കേട്ടോ. അപ്പോൾ എനിക്കും കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കണമായിരുന്നു. അപ്പോൾ 30 രൂപ എന്ന് പറയുമ്പോൾ ലാഭം തന്നെയാണല്ലോ. അപ്പോൾ ഒന്ന് പോയി നോക്കാമെന്ന് എഴുതിയിട്ടോ. അപ്പോൾ 30 രൂപയ്ക്ക് വെർത്താണോ സാധനങ്ങൾ ചോദിച്ചാൽ വെർത്താണ് കേട്ടോ. അതിൻ്റെ കൂടുതലുള്ള റേറ്റ് കൂടുതലുള്ള സാധനങ്ങളും ഉണ്ട് കേട്ടോ. അപ്പോൾ എല്ലാ സാധനങ്ങളും ഉണ്ട് കേട്ടോ അവിടെ. അരിപ്പ തൊട്ട് എല്ലാ സാധനങ്ങളും ഉണ്ട്. അപ്പോൾ ലഞ്ച് ബോക്സ്, മക്കൾക്കുള്ള ബോക്സ് അതൊക്കെ 30 രൂപയാണ് കേട്ടോ. അതൊക്കെ വെർത്താണ്. സ്നാക്സ് ബോക്സൊക്കെ. പിന്നെ ഇവിടെ ഇതുപോലെ കണ്ടെയ്നറൊക്കെ 30 രൂപയാണ് കേട്ടോ. നല്ല കുഴപ്പമില്ല, എനിക്ക് വെർത്താണെന്ന് തോന്നി. പിന്നെ അങ്ങനെയുള്ള പാത്രങ്ങളൊക്കെ 60 രൂപ, 30 രൂപ. കപ്പുകൾ, പിന്നെ ഭരണികൾ അതിൻ്റെ വലിപ്പത്തിനനുസരിച്ച് റേറ്റ് ഉണ്ട് കേട്ടോ. അതുപോലെ എല്ലാതരം സാധനങ്ങളുണ്ട്. പിന്നെ ഫ്രൂട്ട്സ് സോട്ട അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. നല്ല എന്താ പറയുക, എന്തൊക്കെയാണ് പറയേണ്ടതെന്ന് തന്നെ അറിയില്ല, അത്രയും സാധനങ്ങളുണ്ട് കേട്ടോ. ബ്രഷ് കാര്യങ്ങൾ, പിന്നെ സ്പൂണ്, പ്ലേറ്റ്, അങ്ങനത്തെ എല്ലാതരം സാധനങ്ങളുണ്ട് കേട്ടോ. എന്തൊക്കെ പറഞ്ഞാലും തീരത്തില്ല, അത്രയും സാധനങ്ങളുണ്ട്. അതുപോലെ തന്നെ പ്ലേറ്റ് കാര്യങ്ങളും അതൊരു സെറ്റായിട്ട് എടുക്കുക. നമുക്ക് 3 എണ്ണം വേണമെങ്കിൽ അങ്ങനെയും കിട്ടും കേട്ടോ. പിന്നെ ഈ കപ്പ് 2 എണ്ണം 30 രൂപയാണ് കേട്ടോ. പിന്നെ ലൈറ്ററുണ്ട്, കത്തിയുണ്ട്, അങ്ങനത്തെ കുറേ സാധനങ്ങളുണ്ട്. കത്തിയൊക്കെ നല്ല മൂർച്ചയുണ്ട് കേട്ടോ. അതൊക്കെ നമ്മൾ അവിടെ നിന്ന് വാങ്ങി ഇവിടെ വന്ന് ഓട്ടോക്ക് നിൽക്കുമ്പോഴാണ് ഈ ഒരു കാഴ്ച കണ്ടത് കേട്ടോ. അപ്പോൾ കണ്ടു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വാങ്ങിക്കാതിരിക്കാൻ കഴിയില്ലല്ലോ. പിന്നെ പുറത്ത് വരുമ്പോൾ ഇങ്ങനത്തെയൊക്കെ വാങ്ങി കഴിക്കാനായിട്ട് എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഇതിനൊക്കെ ഒരു പ്രത്യേക ടേസ്റ്റാണല്ലേ. അപ്പോൾ അതും കൂടി, പൈനാപ്പിളും കൂടി ഒന്ന് വാങ്ങിച്ച് കഴിക്കാമെന്ന് കരുതിയിട്ടോ. മാങ്ങ വാങ്ങിയില്ല കേട്ടോ. മാങ്ങ ഒരു പാക്കറ്റ് 60 രൂപയെന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ അത് വാങ്ങിച്ചില്ല. അപ്പോൾ 2 പാക്കറ്റ് പൈനാപ്പിളും മാത്രം വാങ്ങി അതങ്ങ് കഴിച്ചു. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് ഞാൻ കുറച്ച് എനിക്ക് ക്ലിപ്പും കാര്യങ്ങളൊക്കെ വാങ്ങിക്കണമായിരുന്നു കേട്ടോ. അപ്പോൾ ശാന്തി പറഞ്ഞൊരു ഫാൻസി ഉണ്ട് കേട്ടോ. ആ കൊഴിഞ്ഞാമ്പാറ ടൗണിൽ തന്നെയാണ്. അവിടെ പോയി. ഇത് ഗോൾഡ് കവറിങ്ങിൻ്റെ മാത്രം സെക്ഷനാണ് കേട്ടോ. അവർക്ക് 2 കടയുണ്ട് കേട്ടോ. ഈ ഭാഗത്ത് മൊത്തം ഇങ്ങനത്തെ ഐറ്റംസാണ് കേട്ടോ. നല്ല കളക്ഷൻസാണ് കേട്ടോ. ലോങ് ലാസ്റ്റിങ്ങുമാണ്. ഇങ്ങനത്തെ കവറിങ് കണ്ട ഗോൾഡ് പോലെ തന്നെ ഉണ്ടാവും കേട്ടോ. അത് കഴിഞ്ഞ് നമ്മൾ ഇപ്പുറത്തോട്ട് വന്നാൽ ഇവിടെ ടോയ്സ്, സ്പ്രേ, അങ്ങനത്തെ കാര്യങ്ങളാണ് ഈ ഭാഗത്ത് കേട്ടോ. വളകൾ, അങ്ങനത്തെ ഒക്കെ കാര്യങ്ങൾ. ഇവിടെ കുട്ടികളുടെ ഒരു സെക്ഷൻ തന്നെയുണ്ട് കേട്ടോ. ടോയ്സ്, പിന്നെ ഞാൻ ഓടുന്ന സ്ലൈഡ്, പിന്ന്, സൂചിപ്പിന്ന്, പിന്നെന്തോ ഒരു സാധനം കൂടി വാങ്ങിച്ചു കേട്ടോ. അത് വാങ്ങിക്കാനായിട്ട് വന്നതാണ്. അപ്പോൾ അതൊക്കെ വാങ്ങിച്ചു. അപ്പോൾ നല്ല കളക്ഷൻസാണ് കേട്ടോ. റേറ്റും കുഴപ്പമില്ല കേട്ടോ അവിടെ. അപ്പോൾ നിങ്ങൾ കൊഴിഞ്ഞാമ്പാറയ്ക്ക് ഉള്ളവരാണെങ്കിൽ ഒന്ന് കയറി നോക്കുക കേട്ടോ. പിന്നെ ഞങ്ങൾ ബേക്കറിയിലോട്ട് വന്നു കുറച്ച് സ്നാക്സ് വാങ്ങിക്കാനായിട്ട്. അപ്പോൾ ഒന്ന് ചായ കുടിക്കാമെന്ന് കരുതിയിട്ടോ. താത്താക്ക് തലവേദന വന്നപ്പോൾ ഒരു ചായ കുടിച്ചു. ഞാൻ നാരങ്ങ സോഡ കുടിച്ചു കേട്ടോ. വേഗം എൻ്റെ മോൻ വാങ്ങിയിട്ടോ. എനിക്ക് ഇഷ്ടമാണ്. അപ്പോൾ കുടിച്ചുകൊണ്ട് ഓരോന്ന് പറഞ്ഞിട്ട് എനിക്കിത് തരും, കുറച്ച് അത് വാങ്ങിക്കും, പിന്നെ അങ്ങനെയൊക്കെ ആയിട്ട് കുടിച്ചുകൊണ്ടിരിക്കുകയാണ് കള്ളൻ. അപ്പം അത് കുടിച്ച് കഴിഞ്ഞ് ഞങ്ങൾ ഷോപ്പിങ്ങൊക്കെ കഴിയുമ്പോഴേക്കും ആകെ അങ്ങ് മതിയായി കേട്ടോ. നല്ല ചൂടുണ്ടായിരുന്നു. പിന്നെ ഷോപ്പിങ്ങൊക്കെ കഴിഞ്ഞ് എല്ലാ സാധനങ്ങളൊക്കെ വാങ്ങിച്ച് നമ്മൾ വീട്ടിലോട്ട് പോവുകയാണ് കേട്ടോ. അപ്പോൾ ഒരു ചെറിയൊരു വ്ളോഗാണ് കേട്ടോ. ഷോപ്പിംഗ് വ്ളോഗ് എന്നൊക്കെ പറയാമെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയറും കൂടി ചെയ്യുക കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ്.